പ്രൈസ് ലോർഡ്. എൻ്റെ പേര് അജിത്ത് എന്നാണ്. എൻ്റെ ജീവിതം വല്ലാത്തൊരു ജീവിതമായിരുന്നു. യേശുവിനെ അറിയാത്തതിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശുവിൽ നിന്ന് ഒത്തിരി അകന്ന് ജീവിക്കുന്നൊരു സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ദൈവം എപ്പോഴും എന്നെ വഴി നടത്തിക്കൊണ്ട് പോയി. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് എൻ്റെ പപ്പ എന്നോട് യേശുവിനെ പറ്റി പറയൂ, യേശു എന്തിനാ കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ച്, ആ ത്യാഗത്തെ പറ്റിയൊക്കെ എന്നോട് ഒരു രാത്രി ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏങ്ങി പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഏകദേശം 6-7 വയസ്സേ കാണും. ആ യേശുവിൻ്റെ ആ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ഒത്തിരി നേരം ഇരുന്ന് കരഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞു, പപ്പ, എനിക്ക് അങ്ങനത്തെ ഒരു യേശു എനിക്ക് മതി. കർത്താവ്, അങ്ങനത്തെ ഒരു യേശു എനിക്ക് വേണം. ആ യേശു ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റൂ. ഇങ്ങനത്തെ ഒരു യേശു എനിക്ക് വേണം എന്ന് ഞാൻ കരഞ്ഞ് എൻ്റെ പപ്പയോട് പറഞ്ഞപ്പോൾ എൻ്റെ പപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ യേശുവിൽ എനിക്കൊരു പരിചയം പുതുക്കുവാൻ എനിക്ക് പറ്റി. അന്നു മുതൽ ഇന്നു വരെ യേശു എൻ്റെ ജീവിതത്തെ നടത്തുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിൽ എല്ലാത്തിലും ഞാൻ യേശുവിൻ്റെ കൂടെയാണ് നടക്കുന്നത്. യേശുവിൻ്റെ പൊൻകരത്താൽ ഞാൻ എപ്പോഴും നടക്കുന്നു. ആ യേശുവിൻ്റെ ആ ശാന്തനം, ആശ്വാസം എപ്പോഴും എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അനുഭവിച്ചു പോകാൻ കർത്താവ് എന്നെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുണ്ട്. ജീവിതത്തിൽ ഒന്നുമില്ലായ്മയുണ്ടെങ്കിൽ യേശുവിൻ്റെ കയ്യിലേക്ക് ജീവിതം കൊടുത്തു നോക്ക്. യേശുവിൻ്റെ കയ്യിലേക്ക് ജീവിതം കൊടുത്താൽ മാത്രം മതി. യേശു ജീവിതത്തെ മറിച്ച് അനുഗ്രഹിച്ച് നമ്മളെ വിടും. എൻ്റെ ജീവിതം ഒരു സാക്ഷ്യമാണ്. ഞാൻ യേശുവിനെ അറിഞ്ഞ ആ നിമിഷം മുതൽ ഇന്നു വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷവും സമാധാനവും അനുഭവിക്കുകയാണ്. എൻ്റെ കൂടെ വരുന്ന കൂട്ടുകാർ, പരിചയപ്പെട്ടവർ എല്ലാവരും എന്നിൽ യേശുവിനെ കാണാൻ കഴിയുന്നുണ്ട്. അതിനെല്ലാത്തിനും കാരണം എൻ്റെ യേശുവാണ്. ആ യേശുവിൻ്റെ ആ വലിയ ത്യാഗത്തെ ഞാൻ അറിഞ്ഞപ്പോൾ, അതിൻ്റെ ബോധ്യം ഞാൻ പ്രാപിച്ചപ്പോൾ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ച് കർത്താവ് ആ ഒഴുക്കത്തോടെ എന്നെ മുമ്പോട്ട് നടത്തുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, യേശു നമ്മളുടെ രാജാവായി, യേശു നമ്മളുടെ സർവസ്വമായി നിന്നാലേ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ സന്തോഷത്തോടെ എനിക്ക് പറയാൻ കഴിയും, എൻ്റെ യേശുവാണ് എന്നിൽ വാഴുന്നത്. എൻ്റെ യേശുവിൻ്റെ രാജ്യത്വമാണ് എന്നിൽ വാഴുന്നത്. ആ രാജ്യത്വത്തിൽ ഞാൻ ഇന്നും ബലവാനായി ഞാൻ ഇന്നും മുമ്പോട്ട് പോകുന്നു. ഇതിനെല്ലാത്തിനും കാരണം എൻ്റെ യേശു മാത്രം. ആ കുരിശിലെ വലിയ ത്യാഗം മാനവരാശികൾ പാപങ്ങളെ എല്ലാം കഴുകി. ആ യേശുവിനെ വിശ്വസിക്കുന്ന ആരും ലജ്ജിതരാവില്ല. ഇന്ന് ഞാനും ആ യേശുവിനെ വിശ്വസിക്കുന്നു. ഞാനും ആ യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളെ ഈ യേശുവിൽ പങ്കാളിയായി നിൽക്കുവാൻ ഞാൻ ശരണം പ്രാപിക്കുന്നു. നിങ്ങളും ഈ യേശുവിനെ അറിയണം. നിങ്ങളും ഈ യേശുവിൻ്റെ കൂടെ ജീവിതത്തെ തുടങ്ങണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായി തീരും. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി യേശുവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ഒരു മനസ്സോടെ ഞങ്ങളെ ചേർത്തതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാത്തിലും അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുവാൻ, അങ്ങയുടെ വചനത്തിന് വേണ്ടി ദാഹിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങൾ ഒഴുകി കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കരങ്ങളെ, കർത്താവെ ഞങ്ങളുടെ പാദങ്ങളെ, കർത്താവെ ഞങ്ങൾ നടക്കുന്ന എല്ലാ വഴികളെ, കർത്താവെ ഞങ്ങളുടെ ശരീരാവയവങ്ങളെ എല്ലാത്തിനും കർത്താവ് ഞങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ സമർപ്പിക്കും. അങ്ങേ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം പറയുന്നു,
അങ്ങയിലേക്ക് നോക്കിയവർ ആരും ലജ്ജിതരായില്ല. കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മുഖത്ത് ആ മഹത്വം ഞങ്ങൾ കാണുവാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പാടുന്ന പാട്ട്, ഞങ്ങൾ സംസാരിക്കുന്ന സംസാരം, ഞങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തി, കർത്താവ്, യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളിൽ ഒത്തിരി കുറവുകളുണ്ട്. കർത്താവ്, നിറവിനെ പ്രാപിച്ച് ഞങ്ങളിൽ വസിക്കുന്ന ആ ദിവ്യ സാന്നിധ്യം കർത്താവ് ഞങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെപ്പോഴും നീ വഴി നടത്തണമേ. ഈ ലോകത്തിൽ ജീവിക്കുവാൻ അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് വേണം. കർത്താവെ, അങ്ങിൽ കൂടെ മാത്രം ഞങ്ങൾ ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അതിനായി ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. അങ്ങനെ വചനത്തിൽ ഞങ്ങളെ നിലനിർത്തുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കായി ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. കർത്താവെ, എല്ലാവിധമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ